കാടിനാൽ ചുറ്റപ്പെട്ട ബന്ദിപ്പൂരിലെ ഹരിണി എന്നുള്ള ഈ കിടിലൻ കോട്ടേജ്. ഇവിടുത്തെ ഞങ്ങളുടെ താമസം, മറ്റു വിശേഷങ്ങൾ എന്നിവയൊക്കെയാണ് ഈ വീഡിയോയിൽ. വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബന്ദിപ്പൂരിലെ കോട്ടേജിലേക്ക് ഒരു യാത്ര പോവാണ്. കൂടെ അമ്മയുണ്ട്. രാവിലെ 7 മണിക്ക് കോഴിക്കോട്ടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഈ NH 766 കോഴിക്കോട് വയനാട് റോഡിലൂടെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ യാത്ര. വണ്ടി ഓടിക്കുന്നത് സുഹൃത്തും ഏട്ടനും ഒക്കെ കൂടിയായിട്ടുള്ള സഹദേവേട്ടനാണ്. ഇപ്പോൾ ഞങ്ങൾ താമരശ്ശേരി ചുരം എത്തി. അങ്ങനെ ഞങ്ങളുടെ യാത്ര വയനാട് ചുരവും കഴിഞ്ഞ് മുത്തങ്ങ ഫോറസ്റ്റും താണ്ടി ഗുണ്ടൽപേട്ടെത്തി. എന്നിട്ട് ഗുണ്ടൽപേട്ട ജംഗ്ഷനെത്തി. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ നേരെ കാണുന്നതാണ് ഗൂഡല്ലൂർ റോഡ്. ആ റോഡിലൂടെ കുറച്ച് ദൂരം നേരെ പോയാൽ നമ്മുടെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് എത്തും. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ വനത്തിൽ 300-ലധികം കടുവകളും 200-ലധികം പുള്ളിപ്പുലികളും ഏകദേശം ഒരു 3000-ലധികം ആനകളും പിന്നെ എണ്ണിയാലൊടുങ്ങാത്തത്ര മാനുകളും ഉണ്ട്. ഏകദേശം ഒരു 35-ലധികം സ്പീഷീസ് മാമൽസും പിന്നെ 289 സ്പീഷീസ് ബേഡ്സും ഇവിടെയുണ്ട്. നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വനഭൂമി പണ്ട് മൈസൂർ മഹാരാജാവിൻ്റെ ഹണ്ടിങ് ഗ്രൗണ്ട്, അതായത് വേട്ടയാടുന്ന സ്ഥലമായിരുന്നു. ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കോട്ടേജിൻ്റെ അടുത്ത് എത്താനാവും. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിൻ്റെ കോട്ടേജൊക്കെ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തി. ഇതാണ് കോട്ടേജുകളിലേക്കുള്ള എൻട്രൻസ്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം. ഇതിൻ്റെ അപ്പുറത്തേക്ക് വണ്ടി കൊണ്ടുപോകാൻ ഒരു സമ്മതിക്കില്ല. നമുക്ക് കോട്ടേജിലേക്ക് പോകാനുള്ള ബാറ്ററി വണ്ടിയാണ് ഈ വരുന്നത്. കോട്ടേജിൻ്റെ അടുത്ത് ആനയൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മുടെ വണ്ടി അങ്ങോട്ട് വിടില്ല. അമ്മയ്ക്ക് കുറച്ച് പ്രായമുള്ളതുകൊണ്ട് പ്രാവശ്യം നമ്മുടെ വണ്ടിയിൽ തന്നെ കോട്ടേജിൻ്റെ അടുത്തേക്ക് പോയിക്കോളാൻ ഒരു പറഞ്ഞു. ഈ കാണുന്നതാണ് ഇവിടുത്തെ ചിത്തൽ എന്ന പേരുള്ള കോട്ടേജ്. ഇവിടെ റൂമിന് 5367 രൂപയാണ് നിരക്ക്. ഈ മുന്നിൽ കാണുന്നതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹരിണി കോട്ടേജ്. ഇവിടെയും റൂമിന് അതേ നിരക്ക് തന്നെയാണ്. ഇതാണ് ഹരിണി കോട്ടേജിലെ ഞങ്ങൾ ബുക്ക് ചെയ്ത ഒരു റൂം. ബെഡൊക്കെ അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ബെഡ്റൂം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു പാസേജ് ഉണ്ട്. ഇവിടെ ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് ഒരു അലമാരയും പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളൊക്കെ ഉണ്ട്. കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒരു ബോട്ടിലിൽ വെച്ചിരിക്കുന്നു. ഇതാണ് എൻ്റെ ബാത്റൂം. നല്ല വൃത്തിയൊക്കെ ഉണ്ട്. കുളിക്കാനായിട്ട് പ്രത്യേക ഷവർ ഏരിയ ആണ്. ചൂടുവെള്ളമൊക്കെ ഉണ്ട്. കോട്ടേജിൽ AC ഒന്നുമില്ല, ഫാനാണുള്ളത്. നല്ല തണുപ്പുള്ളതുകൊണ്ട് AC-ൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഹരിണി കോട്ടേജിലെ 2 റൂമിനും കൂടി ഞങ്ങൾ കൊടുത്തത് ഏകദേശം 13,500 രൂപയോളം ആണ്. അത് ഇത്തിരി കൂടുതലാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ഇവിടുത്തെ ഈ ആംബിയൻസ്, ഈ അറ്റ്മോസ്ഫിയർ, ഇതൊക്കെ ശരിക്കും വർത്താണ്. ചുറ്റും കാടിനാൽ ചുറ്റപ്പെട്ട ഈ കോട്ടേജിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് വന്ന് താമസിച്ചിരിക്കണം. ഈ വരാന്തയിൽ ഇങ്ങനെ ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടാസ്വദിക്കാൻ നല്ല രസമാണ്.
പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക്, അതുപോലെ കാടിനെ ഇഷ്ടപ്പെടുന്നവർക്ക്, മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ബന്ദിപ്പൂരിലെ ഹരിണി കോട്ടേജ് ഒരു മറക്കാനാവാത്ത അനുഭവമാണ്. ഞങ്ങളെല്ലാവരും കൂടി വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു കെറ്റിലുണ്ടായിരുന്നു. അതിൽ ചായ ഉണ്ടാക്കി അതും കുടിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നു. ഈ ഇടത്തെ സൈഡിൽ കാണുന്നതാണ് ഹരിണി 1 കോട്ടേജ്, വലത്തെ സൈഡിലുള്ളതാണ് ഹരിണി 2. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ കോട്ടേജിൻ്റെ അരികിലേക്ക് ഇങ്ങനെ മാനുകളൊക്കെ ഓരോന്നായി വന്നു തുടങ്ങി. അല്പം ഭാഗ്യമുണ്ടെങ്കിൽ രാത്രി ഇവിടെ കടുവേൻ്റെ സൈറ്റിംഗ് വരെ ഈ കോട്ടേജിൻ്റെ മുന്നിൽ കിട്ടും. ബന്ദിപ്പൂരിലെ കോകില, പപ്പീഹ എന്നൊക്കെ പേരുള്ള കോട്ടേജുകളൊക്കെയാണ് ഈ മുന്നിൽ കാണുന്നത്. ഈ കോട്ടേജുകൾ കുറച്ചുകൂടി ചീപ്പാണ്. ഒരു 3000-3500 രൂപയ്ക്കൊക്കെ ഇവിടെ ഒരു നൈറ്റ് താമസിക്കാം. അങ്ങനെ സമയം വൈകിട്ട് 5 മണി കഴിഞ്ഞു. കുറേശ്ശെ ചാറ്റൽ മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. മെയ് മാസത്തിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ പുല്ലൊക്കെ കുറേ ഉണങ്ങി കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ എന്തിനെയോ കണ്ട് പേടിച്ചിട്ട് മാനുകളൊക്കെ ഒന്നാകി ഇങ്ങനെ ചെതറി ഓടി. പതുങ്ങി നിൽക്കുക മരത്തിൽ. ആ പാറേൻ്റെ അവിടെ, ആ പാറേൻ്റെ അതെ. ആ റോഡതാ, ആ കാറ് നിർത്തിയേ ആ ഭാഗത്തു നിന്നാ വന്നത്. ഇവർക്ക് സ്ഥിരം ശീലമാണ് ഈ വൈകുന്നേരം ആകുമ്പോൾ ഓരോന്നിനെ പിടിച്ച് കൊണ്ടുപോവുക. കിട്ടിയോ? പക്ഷെ ഫോട്ടോയിൽ കിട്ടിയോ? അത്ര വ്യക്തമായിട്ട് കാണുന്നുണ്ടോ? അതവിടെ ഉണ്ട്, പോയിട്ടില്ല. അതാ പതുക്കെ അപ്പോൾ അങ്ങോട്ട് പോയി. അതിന് പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. മാനുകളൊക്കെ ഇങ്ങനെ കൂട്ടത്തോടെ നിന്നിട്ട് ഒന്നായിട്ട് പുലിനെ നേരിട്ടുണ്ടാവണം. പുലി നേരെ ആ കാട്ടിനുള്ളിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഏതായാലും പുലിനെ കണ്ട സന്തോഷത്തിൽ ചായയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ ഇരുന്നു. സമയം രാത്രി 12 മണി കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ കിടന്നായിരുന്നു. എന്തോ ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി എണീറ്റു. ഒന്നിങ്ങനെ പുറത്തേക്ക് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഒരു കൊമ്പനാന ഫോറസ്റ്റുകാർ വെച്ച ഒരു പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം കുടിക്കാൻ വന്നതാണ്. റൂമിൻ്റെ തൊട്ട് മുന്നിലാണ് ഈ കാഴ്ച. അപ്പോൾ ബന്ദിപ്പൂരിൽ നിന്നുള്ള ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ബൈ.